ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു എ ടു സെഡ് ടിപ്സ്. ഇന്ന് ഞാനിവിടെ വന്നിരിക്കുന്നത് ഒരു കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. വൈറ്റ് ഫോറസ്റ്റ് 1 kg ആണ്. നമുക്കിതെങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം. ഇതിന് ആദ്യമായിട്ട് വേണ്ടത് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ നമുക്ക് അരിച്ചെടുക്കുകയാണ് വേണ്ടത്. അതിനുവേണ്ടി ഞാൻ 1 കപ്പ് മൈദയാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, പിന്നെ 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, പിന്നെ 1/4 ടീസ്പൂൺ ഉപ്പ്. ഇതൊക്കെ ചേർത്ത് നല്ലോണം അരിച്ചെടുക്കുക. ഒരു 3 പ്രാവശ്യമെങ്കിലും അരിച്ചെടുക്കുകയാണെങ്കിൽ നല്ലതാണ്. ഇത് അരിച്ചെടുത്ത് കഴിഞ്ഞിട്ട് നമ്മളൊന്ന് നല്ലോണം മിക്സ് ചെയ്യണം. അതിൽ ബേക്കിംഗ് സോഡയും ബേക്കിംഗ് പൗഡറൊക്കെ ആയിട്ട് നന്നായിട്ട് മിക്സ് ആവാൻ വേണ്ടിയാണ്. വേറൊരു ബൗളിൽ ഒരു 4 കോഴിമുട്ട പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട്. അതിലേക്കൊരു 1 ടീസ്പൂൺ വാനില എസൻസ് ഒഴിച്ചു. ഇനി നന്നായി ബീറ്റ് ചെയ്തെടുക്കണം. നമ്മൾ ബീറ്റ് ചെയ്ത് തുടങ്ങി കുറച്ച് നേരം കഴിയുമ്പോൾ നമ്മൾ പഞ്ചസാര പൊടിച്ചത് അല്ലെങ്കിൽ പൊടിക്കാത്തതായാലും കുഴപ്പമില്ല. ഞാനിവിടെ പൊടിക്കാത്ത പഞ്ചസാരയാണ് എടുത്തിരിക്കുന്നത്, 1 കപ്പ്. അത് കുറച്ച് ചേർത്ത് ബീറ്റ് ചെയ്യണം. ഫുള്ളിട്ട് ചെയ്യരുത്, കുറച്ചായിട്ട് ആഡ് ചെയ്യണം. നന്നായി ഫ്ലഫി ആവണ വരെ നമ്മളത് ബീറ്റ് ചെയ്യണം. അപ്പോൾ നന്നായി ബീറ്റായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/4 കപ്പ് വെജിറ്റബിൾ ഓയിൽ ചേർത്ത് ബീറ്റ് ചെയ്യുക. ജസ്റ്റ് ബീറ്റ് ചെയ്യാവുള്ളൂ. ഓയിൽ ചേർത്ത് കഴിഞ്ഞാൽ നമ്മൾ അധികം ബീറ്റ് ചെയ്യേണ്ടതില്ല. ഇനി ഈ മിക്സിലേക്ക് നമ്മൾ അരിച്ചു വെച്ചിരിക്കുന്ന ഡ്രൈ ഇൻഗ്രീഡിയൻസ് കുറച്ചായിട്ട് ചേർത്ത് മിക്സ് ചെയ്തെടുക്കുക. ഈ മെത്തേഡിലാണ് ഇത് ചെയ്യേണ്ടത്. കട്ട് ആൻഡ് ഫോൾഡ് മെത്തേഡാണ്. ഇങ്ങനെ ഇത് മിക്സ് ചെയ്തെടുക്കാവുള്ളൂ. ഇതെല്ലാം മിക്സായി വരുമ്പോൾ അപ്പോൾ നമ്മൾ ആ പൊടിയെല്ലാം കുറച്ചായിട്ട് മിക്സ് ചെയ്ത് ഇങ്ങനെ ഫോൾഡ് ചെയ്ത് എടുക്കുക. ഇപ്പോൾ എല്ലാ പൊടിയും ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് ഒന്നുകൂടി ഫോൾഡ് ചെയ്തെടുക്കുക. ഇനി ഇതിലേക്കൊരു 3 ടേബിൾ സ്പൂൺ പാലും കൂടി ചേർത്ത് ഫോൾഡ് ചെയ്തെടുക്കുക. കാര്യം പറയാൻ മറന്നുപോയി. ശരിക്കും നമ്മൾ കേക്കൊക്കെ ഉണ്ടാക്കുന്നതിന് മുമ്പ് നമ്മൾ ആദ്യം ചെയ്ത് വെക്കേണ്ടത് പാത്രം ഗ്രീസ് ചെയ്ത് വെക്കുകയാണ്. അതായത് ഓയിൽ ചേർത്തിട്ട് ബട്ടർ പേപ്പർ അതിൻ്റെ അളവിൽ മുറിച്ചെടുക്കുക. അങ്ങനെ ഗ്രീസ് ചെയ്ത് വെക്കുക. ടിന്നിലേക്ക് ബാറ്റർ ഒഴിച്ചിട്ട് നമ്മൾ ചെറുതായിട്ടൊന്ന് ടാപ്പ് ചെയ്തെടുക്കുക. ഞാനിവിടെ OTG ഓവനാണ് യൂസ് ചെയ്യുന്നത്. അതൊരു 170 ഡിഗ്രി സെൽഷ്യസിൽ ഒരു 10 മിനിറ്റ് ഞാൻ പ്രീ ഹീറ്റ് ചെയ്യാൻ വച്ചിട്ടുണ്ടായിരുന്നു. ഓവനില്ലാത്തവരാണെങ്കിൽ കുക്കർ അല്ലെങ്കിൽ ഇടിയപ്പച്ചെമ്പ് ഒരു കുറച്ച് നേരം, ഒരു 5 മിനിറ്റ് 10 മിനിറ്റ് നമ്മൾ ചെറിയ മീഡിയം ഫ്ലെയിമിൽ അല്ലെങ്കിൽ ഹൈ ഫ്ലെയിമിലിട്ട് നമ്മളൊന്ന് നല്ലോണം ചൂടാക്കി എടുക്കണം. മീഡിയം ഫ്ലെയിമിലിടുന്നത് നല്ലത്. എന്നിട്ട് അതിൽ കുറച്ച് ഉപ്പുപൊടി വിതറിയിട്ട് അതിൻ്റെ മുകളിൽ എന്തെങ്കിലും സ്റ്റാൻഡ് വെക്കുക. സ്റ്റാൻഡിൻ്റെ മുകളിലാണ് നമ്മൾ കേക്ക് ടിന്നിൽ ഇറക്കി വെച്ച് കൊടുക്കേണ്ടത്. എന്നിട്ട് അടച്ച് വെച്ചിട്ട് നമ്മളൊരു 40 മിനിറ്റ് ബേക്ക് ചെയ്തെടുക്കുക. ഞാനിവിടെ യൂസ് ചെയ്യുന്നത് OTG ഓവനാണ്. 170 ഡിഗ്രിയിൽ ബേക്ക് ഓപ്ഷനാണ്. ഒരു 40 മിനിറ്റാണ് ഈ ബേക്ക് ചെയ്യാനിട്ടത്. കേക്ക് ബേക്കായി വരുന്ന നേരം കൊണ്ട് നമുക്ക് വിപ്പിംഗ് ക്രീം അടിച്ചെടുക്കാം. ഞാൻ അതിന് വേണ്ടി 1/4 കപ്പ് വിപ്പിംഗ് ക്രീമാണ് 1 ടീസ്പൂൺ വാനില എസൻസ് ചേർത്ത് അടിച്ചെടുക്കണം. അതായത് ഫസ്റ്റ് സ്പീഡിലിട്ടാണ് ആദ്യം അടിച്ചെടുക്കേണ്ടത്. നമ്മൾ ഈ മിക്സ് ചെയ്യണ പാത്രവും അതുപോലെ തന്നെ ബീറ്ററിൻ്റെ കോലൊക്കെ നമ്മൾ 1 മണിക്കൂർ ഫ്രീസറിൽ വെച്ച് തണുപ്പിച്ചെടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് ബീറ്റായി കിട്ടും. നമ്മൾ ബീറ്റർ വെച്ച് കറക്കി കൊടുക്കുമ്പോൾ പാത്രം നമ്മൾ നിൽക്കുന്ന സൈഡിലേക്ക്, അതായത് ഇടത്തെ സൈഡിലേക്ക് കറക്കുക. ബീറ്റർ വലത്തെ സൈഡിലേക്കും കറക്കി ആ ഡയറക്ഷനിൽ കറക്കി കൊടുക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് ബീറ്റായി കിട്ടും. ഇനി നമുക്ക് ബീറ്റർ സെക്കൻഡ് സ്പീഡിലേക്ക് മാറ്റുന്നതിന് മുമ്പ് തന്നെ ഷുഗർ ആഡ് ചെയ്ത് കൊടുക്കുക. കുറച്ച് പൊടിച്ച പഞ്ചസാര ആഡ് ചെയ്തിട്ട് ബീറ്റ് ചെയ്യുക. ഇങ്ങനെ നമുക്ക് ഓരോ സ്പീഡിലേക്കും മാറ്റി കൊടുക്കുക. ഇനി 3ാമത്തെ സ്പീഡിലേക്ക് ഇട്ട് അടിക്കുക. ഈ ഡയറക്ഷനിൽ തന്നെ ബീറ്റ് ചെയ്തുകൊണ്ടാണ് പെട്ടെന്ന് ബീറ്റായി കിട്ടുന്നുണ്ട്. ഇനി 4th സ്പീഡിലേക്ക് ഇട്ട് നമുക്ക് ബീറ്റ് ചെയ്യാം. ഇനി 4th നമുക്ക് കുറച്ച് നേരം ബീറ്റ് ചെയ്തിട്ട് 5th ഇട്ട് കൊടുക്കുക. ഹൈ സ്പീഡാണ്. ഹൈ സ്പീഡിലിട്ട് നല്ലോണം അടിച്ചു കൊടുക്കുക. ഇപ്പോൾ നമ്മുടെ ക്രീം നല്ലോണം ബീറ്റായി കിട്ടിയിട്ടുണ്ട്. നല്ല സ്റ്റിഫായി കിട്ടിയിട്ടുണ്ട്. നമ്മൾ ബീറ്റർ വെച്ച് കറക്കി കൊടുക്കുമ്പോൾ തന്നെ നമുക്കറിയാൻ പറ്റും ബീറ്റർ ചെറുതായിട്ട് അനക്കാൻ ബുദ്ധിമുട്ടുണ്ടാവും നല്ലോണം സ്റ്റിഫായി വരുമ്പോൾ. ഇപ്പോൾ ഇത് ശരിക്കും നല്ല സ്റ്റിഫായിട്ടുണ്ട് ക്രീം.
നമുക്ക് ബീറ്റർ ഓഫ് ചെയ്യാം. ഇനി ഇത് കണ്ട, ഇതാണ് ഇതിൻ്റെ പരുവം. നമ്മൾ ഒരു സ്പാച്ചിൽ വെച്ച് എടുത്ത് തട്ടിയാൽ അത് താഴേക്ക് പോരില്ല ശരിക്കും. ഇവിടെ കേക്ക് 3 ലെയറാക്കി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ കേക്ക് ബോർഡിൽ കുറച്ച് ക്രീം തൂത്ത് എടുത്തിട്ട് നമ്മൾ ഫസ്റ്റ് ലെയർ വെക്കുക. അതിലേക്ക് ഷുഗർ സിറപ്പ് ആഡ് ചെയ്യുക. ഞാൻ വിപ്പിംഗ് ക്രീം ഒരു പൈപ്പിംഗ് ബാഗിലാക്കി വയ്ക്കുകയാണ്. ഇങ്ങനെ തൂത്ത് കൊടുക്കുന്നതായിരിക്കും നല്ലത്. ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് പെട്ടെന്ന് കവർ ചെയ്തെടുക്കാൻ പറ്റും. ഇനി നമുക്കിത് ഐസിങ് നൈഫ് വെച്ച് നല്ലോണം സ്പ്രെഡ് ചെയ്യാം. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് കുറച്ചുകൂടി ക്രീം തൂത്ത് കൊടുക്കാം. ചെറുതായിട്ട് ചെറിയൊരു കട്ടി കുറവുണ്ട്, അപ്പോൾ അതുകൊണ്ട് കുറച്ചുകൂടി ക്രീം തൂത്ത് ഞാൻ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ക്രീമിൻ്റെ മുകളിലേക്ക് കുറച്ച് വൈറ്റ് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തത് തൂകി കൊടുക്കണം. ഇതിൻ്റെ മുകളിലാണ് നമ്മൾ അടുത്ത ലെയർ വെക്കുന്നത്. അങ്ങനെ എല്ലാ ലെയറും നമ്മൾ ഇതുപോലെ ക്രീമും ഇതൊക്കെ ചേർത്ത് നമ്മൾ നന്നായി കവർ ചെയ്തെടുക്കുക. അപ്പോൾ ഇവിടെ ഞാനിവിടെ നല്ലോണം കവർ ചെയ്തിട്ടുണ്ട്, ലെയറൊക്കെ കവർ ചെയ്തു. ഇനി നമുക്ക് അതിൻ്റെ പുറം ഭാഗമൊക്കെ ക്രീം വെച്ച് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. കുറച്ചുകൂടി ക്രീം പൈപ്പിംഗ് ബാഗിൽ നിന്ന് നമുക്ക് ഇതിലേക്ക് തൂത്ത് എടുക്കാം. നല്ലോണം കവർ ചെയ്യണം. ഇനി കേക്ക് മൊത്തം കവർ ചെയ്ത് നല്ലോണം നമ്മൾ ഷേപ്പ് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മുടെ കേക്ക് നല്ലോണം ഷേപ്പായി വന്നിട്ടുണ്ട്. ഇത് ഒന്നുകൂടി കുറച്ച് മേൽഭാഗം കൂടി ഒന്ന് ഷേപ്പാക്കി എടുക്കാനുണ്ട്. ഈ കേക്കിൻ്റെ സൈഡിലൊക്കെ നമ്മൾ വൈറ്റ് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്ത് ഇട്ട് കൊടുക്കാനുള്ളതാണ്. ഇനി നമുക്ക് കേക്ക് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. വൈറ്റ് ചോക്ലേറ്റും ഫ്ലവറൊക്കെ വരച്ച് ഞാൻ ഡെക്കറേറ്റ് ചെയ്ത വീഡിയോ എടുത്തത് ശരിയായിട്ടില്ലായിരുന്നു. അത് ഓണായിട്ടുണ്ടായിരുന്നില്ല ക്യാമറ, അതുകൊണ്ട് എനിക്കത് ഡെക്കറേറ്റ് ചെയ്തെടുക്കാൻ പറ്റിയില്ല. സൈഡിലും അതുപോലെ ഫ്ലവറിൻ്റെ അടിക്കിലൊക്കെ വൈറ്റ് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്ത് ഇതിൽ കൊടുത്തിട്ടുണ്ട്. നമുക്കിഷ്ടമുള്ളതനുസരിച്ച് നമുക്ക് ഡിസൈൻ ചെയ്ത് കൊടുക്കാം. അതുപോലെ കേക്കിൻ്റെ റൗണ്ടിൽ താഴെയായിട്ട് ഞാൻ ആ നോസിൽ വെച്ച് തന്നെ ഞാൻ ചെറിയതായിട്ട് ഫ്ലവറാക്കി കൊടുക്കുന്നുണ്ട്. ഇവിടെ ഞാൻ 100 ml നോസിലാണ് എടുത്തിരിക്കുന്നത് ഫ്ലവർ വരയ്ക്കാനും അതുപോലെ സൈഡിലൊക്കെ ഫ്ലവറൊക്കെ ഇടാനും ഞാൻ 100 ml ആണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ നമ്മുടെ വൈറ്റ് ഫോറസ്റ്റ് കേക്ക് റെഡി ആയിട്ടുണ്ട്. ഞാനത് ഡെക്കറേറ്റ് ചെയ്തെടുത്തു ചെറിയൊക്കെ വെച്ച്. എൻ്റെ ഹാൻഡ് റൈറ്റിംഗ് അത്ര പോരാ എഴുതിയിരിക്കുന്നത്. അപ്പോൾ 1 കിലോത്തിൻ്റെ വൈറ്റ് ഫോറസ്റ്റ് കേക്ക് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കണം. വളരെ എളുപ്പം നമുക്ക് ഉണ്ടാക്കാവുന്നതാണിത്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം. അപ്പോൾ അടുത്ത വീഡിയോ വരേക്കും എല്ലാവർക്കും താങ്ക് യു.